ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് മീലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഡിന്നറിനും ഉപയോഗിക്കാം. മില്ലറ്റും മധുരക്കപ്പയും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പാൻ കേക്കാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ്. അരിയും ഗോതമ്പും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വെയിറ്റ് ലോസുകാർക്കും ഡയബറ്റീസുകാർക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് പേൾ മില്ലറ്റ് 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. 3 മണിക്കൂർ കുതിർന്നതാണിത്. ഏത് തരം മില്ലറ്റ് ആണെങ്കിലും ലോ കാലറി ഫുഡിൽ പെടുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്, മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. വളരെ കുറച്ച് അടങ്ങിയിട്ടുള്ളൂ. ഇതും വളരെ കുറവ് കാലറി ഊർജം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് രാത്രിയിലും ഭക്ഷണമായിട്ട് കഴിക്കാൻ നല്ലതാണ്. റിസ്ക് കുറവുള്ള കിഴങ്ങിൽ പെട്ടതാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റോ. 30 ഗ്രാം സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതാണ്. ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ കുതിർത്തി വെച്ചിരിക്കുന്ന മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. അതിൽ ഒഴിച്ച അളവിലുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. 1/4 കപ്പ് മില്ലറ്റിന് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കുതിർത്താൻ വെച്ചത്. അതുമാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മില്ലറ്റിൻ്റെ അളവിലും താഴെയാണ് വെള്ളം ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നല്ലതുപോലെ അരഞ്ഞു കിട്ടും. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ മില്ലറ്റ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരഞ്ഞിരിക്കുന്നത്. ഉണ്ടോ? ഇനി നമുക്കിതിലേക്ക് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിൽ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ അരയാത്ത കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഉടച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതിലേക്ക് അഴിപ്പിച്ച് ചേർക്കാം. ഞാൻ നേരത്തെ എടുത്തു വെച്ച 1/2 കപ്പ് വെള്ളത്തിൽ ബാക്കിയുണ്ടായ പകുതിയാണ് ഞാനിപ്പോൾ ചുറ്റിച്ച് ചേർത്തത്. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് വെള്ളമാണ് ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ദോശ തവ ചൂടാക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം നമുക്കൊന്ന് എണ്ണ തടവിയെടുക്കാം. ഇതിലേക്ക് ഒരു തവയും ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ദോശ പരത്തുന്നത് പോലെ പരത്താൻ പാടില്ല. ഇത്തിരി കട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത പാൻ കേക്കും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദോശ പരത്തുന്നത് പോലെ പരത്താതെ കുറച്ച് കട്ടിയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള പാൻ കേക്കാണിത്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാം. നമുക്കിഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം. സാമ്പാറോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയൊക്കെ ഉപയോഗിച്ച് കഴിക്കാം.
നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ഡയബറ്റീസുകാർക്കും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.